ഹായ് ഫ്രണ്ട്സ്, എല്ലാ കുട്ടികൾക്കും എം.കോം ഫിനാൻസ് ഹെൽപ്പറിലേക്ക് സ്വാഗതം. ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫാമിലി എം.കോം ഫിനാൻസ് ഹെൽപ്പർ 1K മെമ്പേഴ്സ് ആയിരിക്കുകയാണ്, 1K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. ഒരുപാട് നന്ദി. എന്താ പറയേണ്ടതെന്ന് അറിയില്ല, അത്രയ്ക്കധികം സന്തോഷമുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാകണം. അപ്പോൾ എല്ലാവർക്കും ഒരു വലിയ നന്ദി പറയുന്നു. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. കോർപ്പറേറ്റ് ഗവേണൻസിലെ നെക്സ്റ്റ് ടോപ്പിക്കാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വയ്ക്കുക, അല്ലാത്തവർ നോട്ട്സ് ശ്രദ്ധിക്കുക കേട്ടോ. നെക്സ്റ്റ് ടോപ്പിക്ക് മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് എ കോർപ്പറേറ്റ് ബോഡി ആൻഡ് ദെയർ ഗോൾസ്. ഒരു കോർപ്പറേറ്റ് ബോഡിയിലെ മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരെല്ലാമാണ്, അവരുടെ ഗോൾസ് എന്തെല്ലാമാണ്, ഇതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു സാധാരണ സ്റ്റേക്ക് ഹോൾഡർ ആരാണ്? എ സ്റ്റേക്ക് ഹോൾഡർ ഈസ് എനി പേഴ്സൺ, ഓർഗനൈസേഷൻ, സോഷ്യൽ ഗ്രൂപ്പ് ഓർ സൊസൈറ്റി അറ്റ് ലാർജ് ദാറ്റ് ഹാസ് എ സ്റ്റേക്ക് ഇൻ ദ ബിസിനസ്സിൽ ഒരു പങ്കുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെയോ ഓർഗനൈസേഷനെയോ സോഷ്യൽ ഗ്രൂപ്പോ അതുമല്ലെങ്കിൽ സൊസൈറ്റിയെയാണ് സ്റ്റേക്ക് ഹോൾഡർ, അതായത് ഓഹരി ഉടമ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോർപ്പറേറ്റ് ബോഡിയിലാണെങ്കിലോ, ഒരു കോർപ്പറേറ്റ് ബോഡിയിലെ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത് ആരായിരിക്കും? ഇൻ എ കോർപ്പറേറ്റ് ബോഡി സ്റ്റേക്ക് ഹോൾഡർ ആർ ദ ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഓർ ഹാവ് എൻ ഇൻട്രസ്റ്റ് ഇൻ ദ ഫേംസ് ആക്ഷൻസ് ആൻഡ് ഡിസിഷൻസ്. ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളിലും തീരുമാനങ്ങളിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രത്യേക താല്പര്യമുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകളെയാണ് ഒരു കോർപ്പറേറ്റ് ബോഡിയിലെ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, അവരുടെ ഒബ്ജക്റ്റീവ്സും ഒരുപോലെ ആയിരിക്കുമോ? ഒരേ ലക്ഷ്യമായിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക? ഒരിക്കലും അല്ല അല്ലേ. അവരുടെ വ്യത്യസ്തമായ ഇൻട്രസ്റ്റുകൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് അവരുടെ ഒബ്ജക്റ്റീവ്സും വ്യത്യാസപ്പെട്ടിരിക്കും. ദേ ഹാവ് ഡിഫറെൻറ്റ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ് ബേസ്ഡ് ഓൺ ദെയർ ഡൈവേഴ്സ് ഇൻട്രസ്റ്റ് ഇൻ ദ ഫോം. അപ്പോൾ നമ്മൾ ആ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗോൾസ് എന്തെല്ലാമാണ്, അവരെ കുറിച്ചാണ്, സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കുറിച്ചും അവരുടെ ഗോൾസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസിലെ ഒരു കോർപ്പറേറ്റ് ബോഡിയിലെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും തുല്യമായാണ് പരിഗണിക്കുന്നത്. എല്ലാവർക്കും തുല്യമായ പരിഗണന നൽകുന്നുണ്ട്. അത് നമ്മൾ മുന്നേ തന്നെ പഠിച്ചിട്ടുണ്ട്. കോർപ്പറേറ്റ് ഗവേണൻസിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ കേൾക്കുന്നതാണ്. എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത്? എന്തായിരുന്നു, ഓർമ്മയുണ്ടോ? ദ പ്രൈമറി ഗോൾ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് ടു പ്രൊവൈഡ് appropriate mechanism for ensuring shareholders value creation while protecting the interest of other സ്റ്റേക്ക് ഹോൾഡേഴ്സ്. നമുക്കറിയാം കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഒരു ഗോളാണ് എന്ത്? ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ ക്രിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ ക്രിയേഷൻ ഉറപ്പാക്കുന്നതിന് ഉചിതമായ സംവിധാനം, മെക്കാനിസം നൽകുന്നതിനോടൊപ്പം മറ്റു സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ താല്പര്യങ്ങൾ കൂടി, ഇൻട്രസ്റ്റ് കൂടി സംരക്ഷിക്കണമെന്നതും കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പ്രൈമറി ഗോളിൽ വരുന്നതാണ്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരെല്ലാമാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡർ ആരാണ്? എ ഷെയർ ഹോൾഡർ ക്യാൻ ബി എ പേഴ്സൺ, കമ്പനി ഓർ ഓർഗനൈസേഷൻ ദാറ്റ് ഹോൾഡ് സ്റ്റോക്സ് ഇൻ എ ഗിവൺ കമ്പനി. ഒരു കമ്പനിയിലെ സ്റ്റോക്ക് അല്ലെങ്കിൽ സ്റ്റോക്കുകൾ കൈവശമുള്ള ഒരു വ്യക്തി, കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനോ ആകാം ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത്. ഷെയർ ഹോൾഡേഴ്സ് ഹാവ് എ സ്റ്റേക്ക് ഇൻ ദ ഫേം ത്രൂ ദെയർ ഓണർഷിപ്പ് ത്രൂ ഷെയർ ഹോൾഡിംഗ്. ഒരു ഫേമിൽ ഒരു ഷെയർ ഹോൾഡർക്ക് എത്ര ഷെയർ ഹോൾഡിംഗ് ഉണ്ട്, എത്ര ഷെയർസ് കൈവശമുണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ആ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഓണർഷിപ്പ് നിർണ്ണയിക്കുന്നത്. ദേ ഇൻവെസ്റ്റ് ക്യാപിറ്റൽ ഇൻ ദ ബിസിനസ് ആൻഡ് എക്സ്പെക്റ്റഡ് ടു ഏൺ എ സർട്ടൻ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ദാറ്റ് ക്യാപിറ്റൽ. ഒരു നിശ്ചിത റേറ്റ് ഓഫ് റിട്ടേൺ തങ്ങൾക്ക് തിരിച്ചു ലഭിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് ഓരോ ഷെയർ ഹോൾഡേഴ്സും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണല്ലേ, കമ്പനിക്ക് ലാഭമുണ്ടായാൽ അതിൻ്റെ ഒരു ഭാഗം ആർക്ക് നൽകും? ഡിവിഡൻഡ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് നൽകണം. ഇനി നഷ്ടമാണെങ്കിലോ സ്വാഭാവികമായിട്ടും എന്താണ് വിചാരിക്കുക? ഷെയർ ഹോൾഡേഴ്സ് ആണല്ലോ കമ്പനിയുടെ ഓണേഴ്സ് എന്ന് പറയുന്നത്, അപ്പോൾ അവരും ആ നഷ്ടം വഹിക്കണം എന്ന് തോന്നിയേക്കാം. പക്ഷേ അങ്ങനെയല്ല. കമ്പനിയിലെ കടങ്ങളും ബാധ്യതകളും വഹിക്കാൻ ആര് ബാധ്യസ്ഥരല്ല? ഷെയർ ഹോൾഡേഴ്സ് ബാധ്യസ്ഥരല്ല. ഇതാണ് ഷെയർ ഹോൾഡേഴ്സ് ആകുന്നതിൻ്റെ പ്രധാന ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഷെയർ ഹോൾഡേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. കുറച്ചൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു അല്ലേ, മുന്നത്തെ വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. മാനേജേഴ്സിനെ ഷെയർ ഹോൾഡേഴ്സ് എന്തിനു വേണ്ടിയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നതെന്നും എന്തുകൊണ്ടാണ് ഷെയറിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയർ ഹോൾഡേഴ്സ് ശ്രമിക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് ഇനി അതൊന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. കാണാത്തവരുണ്ടെങ്കിൽ മുന്നത്തെ വീഡിയോസ് കാണാം കേട്ടോ. ദെൻ നെക്സ്റ്റ്
ദ റോൾ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ കോർപ്പറേറ്റ് ഗവേണൻസ്. ഒരു ഷെയർ ഹോൾഡർ എന്നാൽ ലാഭവിഹിതം വാങ്ങുന്നതിനു മാത്രമല്ല, കമ്പനിയിൽ മറ്റു പല ഉത്തരവാദിത്തങ്ങളും അവകാശങ്ങളും അവർക്കുണ്ട്. ഈ അവകാശങ്ങളെല്ലാം സംരക്ഷിക്കുക എന്നതും കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നാണ്. നിയമപ്രകാരം ഷെയർ ഹോൾഡേഴ്സിന് ഇങ്ങനെ നൽകിയിട്ടുള്ള റൈറ്റ്സ് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, വോട്ടിംഗ് റൈറ്റ്സ്. Shareholders have rights to vote on a variety of corporate matters, including voting in officers, company acquisitions and mergers or liquidation of company assets. കോർപ്പറേറ്റ് മാറ്റേഴ്സുമായി ബന്ധപ്പെട്ട കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. ഓഫീസർമാരുടെ വോട്ടിംഗ്, കമ്പനി ഏറ്റെടുക്കൽ, അക്വിസിഷൻ അല്ലെങ്കിൽ മെർജിങ് അല്ലെങ്കിൽ കമ്പനി അസറ്റ്സിൻ്റെ ലിക്വിഡേഷൻ തുടങ്ങി വിവിധ കമ്പനി തീരുമാനങ്ങളിൽ വോട്ട് ചെയ്യാൻ ഷെയർ ഹോൾഡേഴ്സിന് അധികാരം നൽകിയിട്ടുണ്ട്. വോട്ടിംഗ് പവർ ഇൻക്ലൂഡ്സ് electing directors and proposals for fundamental changes affecting the company such as mergers or liquidation. അതുപോലെ തന്നെ മെർജിങ് ഓർ ലിക്വിഡേഷൻ തുടങ്ങി കമ്പനിയെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയും ഡയറക്ടർമാരെ തിരഞ്ഞെടുക്കാനും അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകാനുമുള്ള അവകാശവും ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. വോട്ടിംഗ് ടേക്സ് പ്ലേസ് അറ്റ് ദ കമ്പനീസ് ആനുവൽ മീറ്റിംഗ്. സാധാരണയായിട്ട് കമ്പനിയുടെ ആനുവൽ മീറ്റിംഗ് നടക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വോട്ടിംഗ് നടത്താറുള്ളത്. ദെൻ വോട്ട് ചെയ്യാനുള്ള അവകാശം മാത്രമല്ല, ഇനി അവർക്ക് എന്തെങ്കിലും കാരണവശാൽ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനുള്ള സംവിധാനവും ഷെയർ ഹോൾഡേഴ്സിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഹാവ് ദ റൈറ്റ് ടു വോട്ട് ഇൻ പേഴ്സൺ ഓർ ബൈ പ്രോക്സി ഇഫ് ദേ കനോട്ട് അറ്റൻഡ് ദ മീറ്റിംഗ്സ്. ദേ ക്യാൻ ഓൾസോ വോട്ട് ബൈ മെയിൽ ഓർ ടെലിഫോൺ. ഷെയർ ഹോൾഡേഴ്സിന് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവരുടെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പങ്കെടുക്കാനും വോട്ട് ചെയ്യാനും വേണ്ടി ഒരു പ്രോക്സിയെ നിയമിക്കാനും അവർക്ക് അവകാശമുണ്ട്. അതുമല്ലെങ്കിൽ മെയിൽ വഴിയോ ടെലിഫോൺ വഴിയോ വോട്ട് രേഖപ്പെടുത്താനും സാധിക്കും. Then second one, right to transfer ownership. The right to transfer ownership means shareholders are allowed to trade their stock on an exchange. ഓണർഷിപ്പ് കൈമാറാനുള്ള അവകാശം ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. ഇതിനർത്ഥം ഷെയർ ഹോൾഡേഴ്സിനെ അവരുടെ സ്റ്റോക്കുകൾ ഒരു എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാൻ അനുവദിച്ചിട്ടുണ്ട് എന്നതാണ്. ദ റൈറ്റ് ടു ട്രാൻസ്ഫർ ഓണർഷിപ്പ് പ്രൊവൈഡ് ലിക്വിഡിറ്റി ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇങ്ങനെ സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ സ്റ്റോക്കിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിന് കൂടുതൽ ലിക്വിഡിറ്റി ലഭിക്കുന്നുണ്ടെന്ന് പറയാൻ സാധിക്കും. അതായത് ലിക്വിഡിറ്റി എന്താണ്? ലിക്വിഡിറ്റി, ദ ഡിഗ്രി ടു വിച്ച് ആൻ അസറ്റ് ഓർ സെക്യൂരിറ്റി ക്യാൻ ബി ക്വിക്ക്ലി ബോട്ട് ഓർ സോൾഡ് ഇൻ ദ മാർക്കറ്റ് വിത്തൗട്ട് എഫക്റ്റിംഗ് ദ അസറ്റ്സ് പ്രൈസ്. അസറ്റിൻ്റെ യഥാർത്ഥ പ്രൈസിന് കോട്ടം തട്ടാതെ, അധികം ബാധിക്കാതെ ഒരു സെക്യൂരിറ്റിയോ അസറ്റോ എത്ര എളുപ്പത്തിൽ വിൽക്കാനും വാങ്ങാനും കഴിയുന്നു എന്നതിനെയാണ് ലിക്വിഡിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ കഴിഞ്ഞാൽ ലിക്വിഡിറ്റി കൂടുതലാണെന്ന് പറയാം. ഇനി അത്ര എളുപ്പത്തിൽ കഴിയുന്നില്ലെങ്കിൽ എന്ത് പറയാം? ലിക്വിഡിറ്റി കുറവാണെന്നും പറയാം. ഒന്നുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് പെട്ടെന്ന് തിരിച്ചെടുക്കാൻ കഴിയുന്ന അളവാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് വൺ ഓഫ് ദ കീ ഫാക്ടർ ദാറ്റ് ഡിഫറൻഷിയേറ്റ് സ്റ്റോക്സ് ഫ്രം എൻ ഇൻവെസ്റ്റ്മെൻറ്റ് സച്ച് ആസ് റിയൽ എസ്റ്റേറ്റ്. ഇതാണ് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അതിന് നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. അതും കൂടി നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും കേട്ടോ. റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഉണ്ടാവുക? ഇഫ് എൻ ഇൻവെസ്റ്റർ ഓൺസ് ദ പ്രോപ്പർട്ടി ഇറ്റ് ക്യാൻ ടേക്സ് മന്ത്സ് ടു കൺവേർട്ട് ദാറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ടു ക്യാഷ്. ഒരു ഇൻവെസ്റ്റർക്ക് എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് അതിൽ നിന്ന് റിട്ടേൺ ലഭിക്കണമെന്നില്ല. ചിലപ്പോൾ മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരും. ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് പോലും തിരിച്ചു കിട്ടാം. ഉദാഹരണമായിട്ട് നമുക്ക് നോക്കാം, ഒരു വ്യക്തിക്ക് നിരവധി പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിലെ ഒന്നിൽ അദ്ദേഹം താമസിക്കുന്നുണ്ടാവും, മറ്റുള്ളവ റെൻറ്റിന് കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ അദ്ദേഹത്തിന് ഇൻവെസ്റ്റ് ചെയ്ത പണം ലഭിക്കണമെങ്കിൽ മാസങ്ങളോളം കാത്തിരിക്കണം. അപ്പോൾ നമുക്ക് പറയാമല്ലേ, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്താണ്? ലിക്വിഡിറ്റി കുറവാണെന്ന്. ബട്ട് സ്റ്റോക്സ് ആർ സോ ലിക്വിഡ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ക്യാൻ മൂവ് ദെയർ മണി ഇൻ ടു അതർ അവന്യൂസ് വെരി ഈസിലി. പക്ഷേ സ്റ്റോക്സ് വളരെ ലിക്വിഡ് സ്വഭാവമുള്ളതാണ്. മാത്രമല്ല ഇൻവെസ്റ്റേഴ്സിനെ എപ്പോൾ വേണമെങ്കിലും അവർക്ക് ആവശ്യമുള്ള അവരുടെ സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ട് മറ്റു ആവശ്യങ്ങളിലേക്ക് ക്യാഷ് എളുപ്പത്തിൽ നീക്കാനും സാധിക്കും. Then third one, right to inspect.
Subject to certain restrictions, all shareholders shall be allowed to inspect the corporate books and records of the company. ചില നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട്, ചില നിയന്ത്രണങ്ങൾക്ക് വിധേയനായിക്കൊണ്ട് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനെയും കമ്പനിയുടെ കോർപ്പറേറ്റ് ബുക്കുകളും മറ്റു റെക്കോർഡ്സും പരിശോധിക്കാൻ അവകാശം നൽകിയിട്ടുണ്ട്. ഏതെല്ലാം റെക്കോർഡ്സ് ആണ്? ഇൻക്ലൂഡിംഗ് മിനിറ്റ്സ് ഓഫ് ബോർഡ് മീറ്റിംഗ് ആൻഡ് സ്റ്റോക്ക് രജിസ്ട്രീസ് ആൻഡ് ഷാൾ ബി ഫർണിഷ്ഡ് വിത്ത് ആനുവൽ റിപ്പോർട്ട്സ് ഇൻക്ലൂഡിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്തൗട്ട് കോസ്റ്റ്. ബോർഡ് മീറ്റിംഗിലെ മിനിറ്റ്സുകളും സ്റ്റോക്ക് രജിസ്ട്രികളും കൂടാതെ മറ്റ് ആനുവൽ റിപ്പോർട്ട്സും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പോലെയുള്ള അടിസ്ഥാന രേഖകളും പരിശോധിക്കാൻ ആർക്ക് കഴിയും? ഷെയർ ഹോൾഡേഴ്സിന് കഴിയും. ദെൻ ആസ് ഷെയർ ഹോൾഡേഴ്സ് ആർ ദ മെയിൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ എ കമ്പനി, ദേ ഹാവ് ദ റൈറ്റ് ടു ഇൻസ്പെക്ട് ദ അക്കൗണ്ട്സ് രജിസ്റ്റർ ആൻഡ് ഓൾസോ ദ ബുക്സ് ഓഫ് ദ ഫേം ആൻഡ് ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ സെയിം ഇഫ് ദേ ഫീൽ സോ. നമുക്കറിയാം കമ്പനിയുടെ പ്രധാന സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് തന്നെയാണല്ലേ. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ അക്കൗണ്ട് രജിസ്ട്രികളും ബുക്കുമൊക്കെ പരിശോധിച്ചുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഫ്രോഡ് ആക്ടിവിറ്റി നടന്നിട്ടുള്ളതായിട്ടോ മിസ്റ്റേക്കോ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ചോദ്യം ചെയ്യാനുള്ള അവകാശവും ആർക്കുണ്ട്? ഷെയർ ഹോൾഡേഴ്സിന് നൽകിയിട്ടുണ്ട്. Fourth one, right to information. The shareholders shall be provided upon request with periodic reports which disclose personal and professional information about the directors and officers of the company. ഇവിടെ പറയുന്നത് കമ്പനിയുടെ ഡയറക്ടർമാരെയും ഓഫീസർമാരെയും കുറിച്ചുള്ള വ്യക്തിപരവും തൊഴിൽപരവുമായ എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളുന്ന റിപ്പോർട്ട്സ് ഷെയർ ഹോൾഡേഴ്സ് ആവശ്യപ്പെടുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് നൽകണം. സാധാരണയായിട്ട് ഷെയർ ഹോൾഡറിന് കമ്പനിയുടെ മേലുള്ള പൂർണ്ണ നിയന്ത്രണം നഷ്ടപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ താല്പര്യമനുസരിച്ചല്ല ഡയറക്ടേഴ്സും മറ്റും പ്രവർത്തിക്കുന്നത് എന്നിങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴാണ് കമ്പനിയിൽ നിന്നും ഷെയർ ഹോൾഡേഴ്സ് അവരെക്കുറിച്ചുള്ള ഡയറക്ടേഴ്സിനെയും മറ്റു ഓഫീസേഴ്സിനെയും കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ആവശ്യപ്പെടുന്നത്. ഏതെല്ലാം കാര്യങ്ങളാണ് ഇൻഫർമേഷൻസിൽ ഉൾപ്പെടുന്നത് എന്ന് നോക്കാം. ഡയറക്ടേഴ്സ് ആൻഡ് ഓഫീസേഴ്സ് ഹോൾഡിംഗ് ഓഫ് ദ കമ്പനീസ് ഷെയർസ്. കമ്പനിയുടെ ഷെയർസിൻ്റെ എത്രയാണ് ഡയറക്ടേഴ്സിൻ്റെയും ഓഫീസേഴ്സിൻ്റെയും കൈവശമുള്ളത്. ആൻഡ് ഡീലിംഗ് വിത്ത് ദ കമ്പനി. അവർക്ക് കമ്പനിയുമായുള്ള ഇടപാടുകൾ. റിലേഷൻഷിപ്പ് അമംഗ് ഡയറക്ടേഴ്സ് ആൻഡ് കീ ഓഫീസേഴ്സ് ഓഫ് ദ കമ്പനി. ഡയറക്ടേഴ്സും മറ്റു പ്രധാന കീ ഓഫീസേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ആൻഡ് ദ കോമ്പൻസേഷൻ ഓഫ് ദ ഡയറക്ടേഴ്സ് ആൻഡ് ഓഫീസേഴ്സ്. ഡയറക്ടർമാർക്കും മറ്റു ഓഫീസേഴ്സിനും നൽകുന്ന കോമ്പൻസേഷൻ തുടങ്ങി എല്ലാ വിവരങ്ങളും അറിയാൻ ഷെയർ ഹോൾഡേഴ്സിന് അധികാരമുണ്ട്. Then fifth one, right to dividends. All shareholders shall have the right to receive dividends subject to the discretion of the board. ബോർഡിൻ്റെ വിവേചനാധികാരത്തിന് വിധേയമായിക്കൊണ്ട് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും ഡിവിഡൻഡ് ലഭിക്കാനുള്ള അധികാരമുണ്ട്. ഡിവിഡൻഡ് എന്താണ്? കമ്പനി അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് നൽകുന്ന ലാഭവിഹിതമാണ് ഡിവിഡൻഡ് അല്ലേ. ഡിവിഡൻഡ് എമൗണ്ട്സ് ആർ ഡിറ്റർമൈൻഡ് ബൈ ദ കോർപ്പറേറ്റ് ഓഫീസേഴ്സ് ആൻഡ് നോട്ട് ബൈ ദ ഓണർഷിപ്പ് ഇൻട്രസ്റ്റ് ഓഫ് ദ ഷെയർ ഹോൾഡർ. ഡിവിഡൻഡ് തുകകൾ നിർണ്ണയിക്കുന്നത് കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസേഴ്സ് ആയിരിക്കും. അവർ എത്രയാണോ ഡിവിഡൻഡ് നിശ്ചയിക്കുന്നത് അത് എല്ലാ ഷെയർ ഹോൾഡേഴ്സും അംഗീകരിച്ചിരിക്കണം. അല്ലാതെ ഷെയർ ഹോൾഡർമാരുടെ താല്പര്യം അനുസരിച്ചല്ല ഡിവിഡൻഡ് നിശ്ചയിക്കുന്നത്. ദിസ് എമൗണ്ട് ക്യാൻ ഫ്ലക്ച്വേറ്റ് ഇയർലി ബേസ്ഡ് ഓൺ ദ കോർപ്പറേഷൻസ് ഏർണിങ്സ് ഫോർ ദാറ്റ് ഇയർ. നമുക്കറിയാം ഓരോ വർഷത്തെയും ലാഭത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണല്ലേ ഡിവിഡൻഡ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ അതത് വർഷത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടായതുകൊണ്ട് തന്നെ ഓരോ വർഷവും ഡിവിഡൻഡ് എമൗണ്ട് മാറിക്കൊണ്ടിരിക്കും. കാരണം എല്ലാ വർഷവും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ഒരു വർഷം പ്രോഫിറ്റ് കൂടുതലാണെങ്കിൽ പിറ്റത്തെ വർഷം ചിലപ്പോൾ അത്ര പ്രോഫിറ്റ് ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഫിക്സഡ് എമൗണ്ട് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡായിട്ട് ലഭിക്കില്ല. ദെൻ കോർപ്പറേഷൻസ് മസ്റ്റ് പേ എവരി ഷെയർ ഹോൾഡർ എ ഡിവിഡൻഡ് ഇഫ് ദേ ആർ ഡിസ്ട്രിബ്യൂട്ടിംഗ് ദം ആൻഡ് കനോട്ട് സെലക്ട് ജസ്റ്റ് എ ഫ്യൂ ടു പേ പ്രോഫിറ്റ്സ് ടു ആൻഡ് നെഗ്ലക്റ്റ് ദ റെസ്റ്റ്. അതുപോലെ തന്നെ എല്ലാ ഷെയർ ഹോൾഡേഴ്സിനെയും ഒരുപോലെ കാണണം, ഒരുപോലെ ലാഭവിഹിതം നൽകണം. അതല്ലാതെ കുറച്ച് പേർക്ക് കൂടുതൽ നൽകുക, കുറച്ച് പേർക്ക് കുറവ് നൽകുക, അതുപോലെ കുറച്ച് പേരെ മാറ്റി നിർത്തുക, അങ്ങനെയുള്ള അവഗണനകളൊന്നും ചെയ്യാൻ പാടില്ല. എല്ലാവരെയും ഒരുപോലെ കണ്ട് എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കണം. 6. Rights to sue.
Shareholders also have the right to sue for the wrongdoing of corporations. കോർപ്പറേഷനിൽ എന്തെങ്കിലും തെറ്റായ പ്രവൃത്തികൾ ഉണ്ടായാൽ അതിനെതിരെ കേസെടുക്കാൻ ഷെയർ ഹോൾഡേഴ്സിന് അധികാരമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇഫ് ഷെയർ ഹോൾഡേഴ്സ് ഡിഡിൻറ്റ് റിസീവ് their entitled share of dividends or were denied access to their corporation financial information, they can bring legal actions against their corporations. ഉദാഹരണമായിട്ട് ഷെയർ ഹോൾഡേഴ്സിനെ അവരുടെ ഡിവിഡൻസ് ലഭിച്ചിട്ടില്ലെങ്കിലോ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് പരിശോധിക്കുന്നതിന് ഷെയർ ഹോൾഡേഴ്സിനെ അനുവദിക്കാതിരിക്കുകയോ ചെയ്താൽ ഷെയർ ഹോൾഡേഴ്സിനെ അവരുടെ കോർപ്പറേഷനുകൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനാകും. ഷെയർ ഹോൾഡേഴ്സ് സീക്കിംഗ് ടു സ്യൂ their corporation should check with their local authorities first on how to proceed. എന്തെങ്കിലും ഒരു പ്രവൃത്തിക്കെതിരെ എന്തെങ്കിലും ഒരു തെറ്റായ പ്രവൃത്തിക്കെതിരെ കേസെടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ആദ്യം ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയിലെ ലോക്കൽ അതോറിറ്റീസുമായി ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ കേസിൻ്റെ ഫർദർ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പാടുള്ളൂ. 7th one, appointment of directors. Shareholders play an important role in the appointment of directors. ഡയറക്ടർമാരെ നിയമിക്കുന്നതിൽ ഷെയർ ഹോൾഡേഴ്സിന് ഒരു പ്രധാന പങ്കുണ്ട്. An ordinary resolution is required to be passed by the shareholders for the appointment. നമുക്കറിയാം റെസൊല്യൂഷൻ എത്ര തരമുണ്ട്? 2 തരമുണ്ടല്ലേ, ഓർഡിനറി റെസൊല്യൂഷൻ ആൻഡ് സ്പെഷ്യൽ റെസൊല്യൂഷൻ. കമ്പനിയിലെ അംഗങ്ങൾ ഭൂരിപക്ഷത്തോടെ പാസ്സാക്കുന്നതിനെയാണ് ഓർഡിനറി റെസൊല്യൂഷൻ. പാസ്സാക്കുന്ന പ്രമേയത്തെയാണ് ഓർഡിനറി റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. എന്നാൽ സ്പെഷ്യൽ റെസൊല്യൂഷനോ സ്പെഷ്യൽ ആണല്ലേ, സ്പെഷ്യൽ ഡിസിഷൻസ്, പേര് പോലെ തന്നെ സ്പെഷ്യൽ ഡിസിഷൻസ്, പ്രത്യേക തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് പാസ്സാക്കുന്ന 75% മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുള്ള അംഗങ്ങളിൽ 75% അംഗങ്ങൾ വോട്ട് ചെയ്തുകൊണ്ട് പാസ്സാക്കുന്ന പ്രമേയത്തെയാണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡിനറി റെസൊല്യൂഷനാണ് പാസ്സാക്കേണ്ടത്. അപ്പാർട്ട് ഫ്രം ദിസ്, ഷെയർ ഹോൾഡേഴ്സ് ക്യാൻ ഓൾസോ അപ്പോയിൻറ്റ് വേരിയസ് ടൈപ്സ് ഓഫ് ഡയറക്ടേഴ്സ് സച്ച് ആസ് അഡീഷണൽ ഡയറക്ടേഴ്സ്, ഓൾട്ടർനേറ്റീവ് ഡയറക്ടേഴ്സ് ആൻഡ് നോമിനി ഡയറക്ടർ. അതിനു പുറമെ മറ്റു ഡയറക്ടേഴ്സിനെയും, അതായത് അഡീഷണൽ ഡയറക്ടേഴ്സിനെയും ഓൾട്ടർനേറ്റ് ഡയറക്ടേഴ്സിനെയും നോമിനി ഡയറക്ടേഴ്സിനെയും ഷെയർ ഹോൾഡേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ കഴിയും. 8th one, appointment of auditors. Shareholders also have a right to appoint the company auditors. കമ്പനി ഓഡിറ്റർമാരെയും അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അവകാശം ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. അണ്ടർ കമ്പനീസ് ആക്ട് 2013, the first auditor of the company is to be appointed by the board of directors. കമ്പനി ആക്ട് 2013 പ്രകാരം കമ്പനി ആരംഭിച്ച് ആദ്യത്തെ ഓഡിറ്ററിനെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്പോയിൻറ്റ് ചെയ്യും. ഇനി ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പരാജയപ്പെട്ട ഷെയർ ഹോൾഡേഴ്സിന് ഡയറക്ടർമാരുടെയും ഓഡിറ്റ് കമ്മിറ്റിയുടെയും ശുപാർശയിൽ ആനുവൽ ജനറൽ മീറ്റിംഗിൽ ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. ദ അപ്പോയിൻമെൻറ്റ് ഈസ് ജനറലി ഡൺ ഫോർ 5 years and further can be rectified by passing a resolution in the annual general body meeting. സാധാരണയായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത് 5 വർഷത്തേക്കായിരിക്കും. അതല്ലെങ്കിൽ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട്, പ്രമേയം പാസ്സാക്കിക്കൊണ്ട് മാറ്റം വരുത്താനും സാധിക്കും. Then last one, right to get copies of financial statements. Shareholders have the right to get copies of financial statements. Financial statementsന്റെ എല്ലാം കോപ്പികൾ ലഭിക്കാൻ ഷെയർ ഹോൾഡേഴ്സിന് അവകാശമുണ്ട്. It is the duty of the company to send the financial statements of the company to all its shareholders either in a quarterly or annual statements. അതുപോലെ തന്നെ ഇത് കമ്പനിയുടെ കടമയാണ്. എന്താണ്? ക്വാർട്ടർലി അല്ലെങ്കിൽ ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ എല്ലാം കോപ്പികൾ ഷെയർ ഹോൾഡേഴ്സിന് അയച്ചു കൊടുക്കുക എന്നതും കമ്പനിയുടെ ചുമതലയാണ്. ദെൻ നെക്സ്റ്റ്, ഷെയർ ഹോൾഡേഴ്സ് ഡ്യൂട്ടീസ്. ഇത് ഞാൻ ഇംഗ്ലീഷ് എക്സ്പ്ലനേഷൻ ഒന്നും വായിക്കുന്നില്ല, കാരണം എന്താ വെച്ചാൽ ഈ പറഞ്ഞത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. മീനിങ് മാത്രം ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, നിങ്ങൾ വായിച്ചു നോക്കാം കേട്ടോ. നമുക്കറിയാം ഷെയർ ഹോൾഡേഴ്സ് ബിസിനസ്സിലെ ഡേ ടു ഡേ ഫങ്ഷൻസ് കൈകാര്യം ചെയ്യുന്നില്ല അല്ലേ. അതിനു വേണ്ടിയാണ് ആര് നിയമിച്ചിട്ടുള്ളത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ നിയമിച്ചിട്ടുള്ളത്. പക്ഷെ ചില കാര്യങ്ങളിലെ കമ്പനിയുടെ ലക്ഷ്യങ്ങളും ഓവറോൾ പെർഫോമൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കാര്യങ്ങളിലും തീരുമാനങ്ങളിലും ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവൽ അത്യാവശ്യമാണ്.
ആണ്. അതിൽ ചിലത് നമുക്ക് നോക്കാം. ചേഞ്ചസ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ കമ്പനി, കമ്പനിയുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ മാറ്റങ്ങൾക്ക്, ഡിക്ലെയറിംഗ് എ ഡിവിഡൻഡ്, ലാഭവിഹിതം പ്രഖ്യാപിക്കുമ്പോൾ, അപ്രൂവിംഗ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ദ കമ്പനി, കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അപ്രൂവ് ചെയ്യുമ്പോൾ, വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി ബൈ വേ ഓഫ് വോളണ്ടറി ലിക്വിഡേഷൻ, വോളണ്ടറി ലിക്വിഡേഷൻ വഴി കമ്പനി അവസാനിപ്പിക്കുമ്പോൾ. ഇങ്ങനെ തുടങ്ങി ഈ സാഹചര്യങ്ങളിലെല്ലാം റെസൊല്യൂഷനിലൂടെയോ ജനറൽ മീറ്റിങ്ങിലൂടെയോ ഷെയർ ഹോൾഡേഴ്സിന് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. അവിടെ കമ്പനിയുടെ പെർഫോമൻസ് ചർച്ച ചെയ്യുകയും അനുയോജ്യമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. ജനറൽ മീറ്റിംഗ് 2 തരത്തിലുണ്ട്: ആനുവൽ ജനറൽ മീറ്റിംഗ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. ആനുവൽ ജനറൽ മീറ്റിംഗ് എന്നാൽ വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നതാണ്. എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്ന് വെച്ചാൽ ആവശ്യമുള്ളപ്പോൾ, എപ്പോഴാണ് ആവശ്യം വരുന്നത് അപ്പോൾ വിളിച്ചു കൂട്ടുന്ന മീറ്റിങ്ങിനെയാണ്, ജനറൽ മീറ്റിങ്ങിനെയാണ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത് തന്നെയാണ് ഷെയർ ഹോൾഡേഴ്സിന് കമ്പനി നൽകിയിട്ടുള്ള റൈറ്റിനൊപ്പം ഒരു കാര്യം കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താണ്? ഷെയർ ഹോൾഡേഴ്സിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആരെ നിയമിക്കാൻ സാധിക്കും? അവരുടെ സ്ഥാനത്തേക്ക് ഒരു പ്രോക്സിയെ നിയമിക്കാനും ഷെയർ ഹോൾഡേഴ്സിന് കഴിയും. ദെൻ ഇനി പറയാനുള്ളത്, ഡയറക്ടേഴ്സ് എടുക്കുന്ന തീരുമാനങ്ങളിൽ പങ്കെടുക്കാനൊന്നും ഇടപെടാനൊന്നും ഷെയർ ഹോൾഡേഴ്സിന് കഴിയില്ലെങ്കിലും മറ്റു പല കാര്യങ്ങളും ഷെയർ ഹോൾഡേഴ്സിന് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഷെയർ ഹോൾഡേഴ്സിന് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡയറക്ടർമാർ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഭേദഗതി വരുത്താനോ കമ്പനിയുടെ നടത്തിപ്പിൽ ഇടപെടാനോ ഷെയർ ഹോൾഡേഴ്സിന് കഴിയില്ലെങ്കിലും അവർക്ക് ഒരു ജനറൽ മീറ്റിംഗ് വിളിച്ച് ഒരു ഡയറക്ടറെയോ മുഴുവൻ ബോർഡിനെയോ നീക്കം ചെയ്യാനുള്ള പ്രമേയം അവതരിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഡയറക്ടർമാരുടെ അധികാരങ്ങൾ നിയന്ത്രിക്കുന്നതിന് ആർട്ടിക്കിൾസ് ഭേദഗതി ചെയ്യാനും അമെൻഡ് ചെയ്യാനും ആർക്ക് സാധിക്കും? ഷെയർ ഹോൾഡേഴ്സിന് സാധിക്കും. ദെൻ ഷെയർ ഹോൾഡേഴ്സ് ലയബിലിറ്റി. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. കാരണം കമ്പനിയുടെ കടങ്ങൾ കമ്പനിയുടെ മാത്രം ഉത്തരവാദിത്തമായതിനാൽ ഒരു ഷെയർ ഹോൾഡറിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്, പരിമിതമാണെന്ന് പറയാം. അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഷെയറിൻ്റെ വാല്യൂ വരെയുള്ള കമ്പനി കടങ്ങൾക്ക് ഷെയർ ഹോൾഡേഴ്സിന് ഉത്തരവാദിത്തമുള്ളൂ. ഉദാഹരണമായി പറഞ്ഞാൽ ബിസിനസ് പരാജയപ്പെടുകയാണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് തങ്ങൾ ഷെയറിന് വേണ്ടി നൽകിയ പണം മാത്രമേ നഷ്ടമാവുകയുള്ളൂ എന്ന് സാരം. ഇനി അതല്ല, ചിലപ്പോൾ ചില ഷെയർ ഹോൾഡേഴ്സ് മുഴുവനായിട്ട് എമൗണ്ട് അടച്ചിട്ടുണ്ടാവില്ല, ഷെയറിൻ്റെ വാല്യൂ മുഴുവനായിട്ട് കമ്പനിക്ക് നൽകിയിട്ടുണ്ടാവില്ല. അപ്പോൾ അവരെന്താ ചെയ്യുക? അവർക്ക് ഇനിയും എമൗണ്ട് കമ്പനിക്ക് അടയ്ക്കാനാണല്ലേ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ കമ്പനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഷെയർ ഹോൾഡേഴ്സിനോട് ആ അൺപെയ്ഡ് എമൗണ്ട് തിരിച്ചടയ്ക്കാൻ വേണ്ടി പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഷെയർ ഹോൾഡേഴ്സ് ലയബിലിറ്റിയിൽ വരുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വയ്ക്കാം. ഇനി സെബിയുടെ കുറച്ച് ഗൈഡ് ലൈൻസ് ആണ് പറയുന്നത്. അത് അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനില്ല. നമുക്കറിയാം സെബിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോക്ക് മാർക്കറ്റുകളെ നിയന്ത്രിക്കുക എന്നതാണല്ലേ. എന്നാൽ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. നിക്ഷേപകരുടെ, ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യം സംരക്ഷിക്കുക, ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതും ആരുടെ ലക്ഷ്യം തന്നെയാണ്? സെബിയുടെ ലക്ഷ്യം തന്നെയാണ്. ഈ ആവശ്യത്തിനായിട്ട് സെബി ഇനി പറയുന്ന കുറച്ച് ഗൈഡ് ലൈൻസ്, മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ വായിച്ചു നോക്കുക. ഞാൻ നോട്ട്സ് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് പോയിൻറ്റ്സ് പഠിച്ചിരുന്നാൽ മതി കേട്ടോ, ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കണ്ട. ഇന്ന് നമ്മൾ നോക്കിയത് മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സിലെ ഷെയർ ഹോൾഡേഴ്സിനെ കുറിച്ചാണ്. വരും ക്ലാസ്സുകളിലെ മറ്റു സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന സെൻറ്റൻസുകൾ മാർക്ക് ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ എല്ലാ സെൻറ്റൻസും ഉൾപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒരുപാട് സ്റ്റുഡൻസ് വീട്ടിലിരുന്ന് പഠിക്കുന്നവരുണ്ട്, M.Com ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ബെനിഫിറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും സെൻറ്റൻസുകൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. അവർക്ക് മറ്റെവിടുന്നും ക്ലാസ് കിട്ടാനില്ല. അപ്പോൾ അവർക്ക് എല്ലാം ആ ടെക്സ്റ്റ് ബുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ സാധിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ ഷോർട്ട് നോട്ട്സ് തയ്യാറാക്കുക, അതുപോലെ തന്നെ അത് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്